പലതരം മരപ്പാഴുകളെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു നാഷണൽ ദുരന്തത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണുക എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന ഒരു സിനിമയാണ് മാർക്കോ. മാത്രമല്ല പ്രചാരണ വേളയിൽ മുഴുവൻ അവർ വയലൻസിനെ കുറിച്ച് പറയുകയും ചെയ്തു. സിനിമയുടെ റിവ്യൂ കണ്ടവരൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഛർദ്ദിക്കാൻ തോന്നി, അതിലേക്ക് കാണാൻ പറ്റിയില്ല, ഭയങ്കര വയലൻസ് ആയിരുന്നു എന്നെല്ലാം പ്രേക്ഷകരും റിവ്യൂവേഴ്സും ഒക്കെ പറഞ്ഞിട്ടും ഗർഭിണിയായ തന്റെ ഭാര്യയും കൊണ്ട് മാർക്കോ സിനിമ കാണാൻ പോയിട്ട് ഇപ്പോ നാട്ടുകാരെ ഉപദേശിക്കാൻ നടക്കുന്ന ഒരു മരക്കഴുതയെ കുറിച്ചാണ് പറയാനുള്ളത്. ഒരു സിനിമാ നടനാണ്, ഇവരൊക്കെ മിനിമം ബുദ്ധിയെങ്കിലും വേണ്ടേ. തെലുങ്ക് സിനിമാ താരം കിരൺ അബ്ബാവാരമാണ് ഇത്തരത്തിൽ നല്ല ഒന്നാന്തരം ഒരു നിലവാരമില്ലാത്ത പരിപാടി ചെയ്തിരിക്കുന്നത്. കിരൺ അബ്ബാവാരം തന്റെ പ്രഗ്നന്റ് ആയിട്ടുള്ള വൈഫിനെയും കൊണ്ട് കാണാൻ പോയത് മാർക്കോ സിനിമ. ഇവനൊക്കെ 10 പൈസയുടെ ബുദ്ധിയില്ലല്ലോ. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറയാനത്രേ, അതായത് ഭാര്യയോടൊപ്പമാണ് ഞാൻ പോയത്, അവൾ ഗർഭിണിയാണ്, അവൾക്ക് ഈ വയലൻസ് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാൽ സിനിമ പൂർത്തിയാക്കാതെ ഞങ്ങൾക്ക് പുറത്തു പോകേണ്ടി വന്നു. അല്ല പിന്നെ ഈ വയലൻസിന്റെ സിനിമ കാണാൻ പോകുമ്പോൾ അവിടെ എന്ത് കാണുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പോയത്. 10 പൈസയുടെ ബോധം വേണ്ടേ. ഇത്രയും പരസ്യം ചെയ്തിട്ടുള്ള ഒരു സിനിമ, ആ സിനിമ വയലൻസേ ഉള്ളൂ. അതിൽ ഗർഭിണിയുടെ വയറ്റിൽ വരെ കുത്തി ഇറക്കുന്ന സീനുകളുള്ള ഒരു സിനിമ ഗർഭിണിയെ കൊണ്ടൊന്ന് കാണിക്കാൻ മാത്രം വിവരമില്ലാത്തവരായി പോലും എന്നാണ്. എന്നിട്ട് അയാൾ നാട്ടുകാർക്ക് ഉപദേശം കൊടുക്കാൻ വന്നിരിക്കുക. അതായത് അമിതമായ വയലൻസ് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ സിനിമയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ 2-3 ദിവസം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും, അത് നമ്മളെ സ്വാധീനിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, ഇതെല്ലാം അറിയാമായിരുന്ന ഒരു കിഴങ്ങേശ്വരനാണ് സ്വന്തം ഭാര്യ, അതും ഗർഭിണിയായ ഭാര്യയും കൊണ്ട് മാർക്ക് കാണാൻ വേണ്ടി പോയത്. ഒന്ന് ആലോചിക്കണം, ഇയാൾക്ക് അറിയാം സിനിമ കാണുന്ന കാര്യങ്ങളൊക്കെ 2-3 ദിവസം മനസ്സിൽ തങ്ങുന്നുള്ളത്. അത് ശരിയാണെന്നേ. സിനിമ തീർച്ചയായിട്ടും നമ്മൾ സ്വാധീനിക്കും. വിവേകത്തോടെ സിനിമ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിവരമില്ലാത്തവരെ പോയി കണ്ടു കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ചെയ്യാൻ തോന്നും. ഇതൊക്കെ ശരിയാ. ഇതെല്ലാം അറിയാവുന്ന ഒരാളാണ് സത്യത്തിൽ സ്വന്തം ഗർഭിണിയായിരിക്കുന്ന ഭാര്യയും കൊണ്ട് സിനിമ കാണാൻ പോയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. എന്താണെങ്കിലും ഇയാളുടെ ഇപ്പോൾ പോസ്റ്റ് ഇയാൾക്ക് തന്നെ തിരിച്ചടിയായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല പൊങ്കാലയൊക്കെ കിട്ടുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.